നമസ്കാരം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ പൊങ്ങി വരികയാണ്. ഇത്തവണത്തെ വിവാദം ഒരു സാധാരണ പിഴവല്ല, ഭക്തരുടെ ആരോഗ്യത്തെയും വിശ്വാസത്തെയും എല്ലാം നേരിട്ട് ബാധിക്കുന്ന ഒരു ഗൗരവകരമായ അലംഭാവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമലയിൽ ദേവസന്നിധിയിൽ നിവേദ്യമായി ഉപയോഗിക്കേണ്ട തേൻ മുൻപ് ഫോമിക് ആസിഡ് സംഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന കാനുകളിൽ എത്തിച്ചതാണ് പുതിയ വിവാദത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു പുണ്യസ്ഥലത്ത് നടക്കുന്ന ഒരുക്കങ്ങളിൽ ഇത്തരം മൗലികമായ വീഴ്ചകൾ സംഭവിക്കുന്നത് സർക്കാർ വിഭാഗങ്ങളും ദേവസ്വം ബോർഡും തമ്മിൽ നിലനിൽക്കുന്ന സഹകരണമില്ലായ്മയും നിരീക്ഷണത്തിന്റെ തകരാറുകളുമാണ് തെളിയിക്കുന്നത്. ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തിയ ദേവസ്വം വിജിലൻസ് ഇത് അഭിഷേകത്തിന് ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. അഷ്ടാഭിഷേകം, ഗണപതി ഹോമം എന്നിവയ്ക്ക് ഉപയോഗിക്കാനുള്ള തേൻ വിതരണത്തിനുള്ള കരാർ പൊതുമേഖലാ സ്ഥാപനമായ റെയ്ഡ്കോയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ആസിഡ് ലേബൽ പതിച്ച കന്നാസുകളിലാണ് ഇവർ തേൻ എത്തിച്ചത്. സന്നിധാനത്ത് പഴയ സ്റ്റോക്കിലുള്ള തേനാണ് ഇപ്പോൾ അഷ്ടാഭിഷേകത്തിനും ഗണപതി ഹോമത്തിനും എടുക്കുന്നത്. ആസിഡിന്റെ കന്നാസുകളിൽ കൊണ്ടുവന്ന തേൻ റെയ്ഡ്കോ തിരിച്ചെടുത്ത് പകരം പുതിയത് എത്തിക്കും. പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഒരു പുണ്യയാത്ര എന്ന നിലയിൽ ഭക്തരുടെ മാനസിക ആത്മീയ സുരക്ഷയാണ് ഏറ്റവും മുൻഗണനയാക്കേണ്ടത്. എന്നാൽ ഇത്തരം തീരാവേദനകൾ ഉണ്ടാകുന്നത് സർക്കാർ സംവിധാനത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വക്കുറവിന്റെ ഉദാഹരണങ്ങളാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു വിശുദ്ധ സ്ഥാനത്ത് നേർച്ച സമർപ്പിക്കേണ്ട തേൻ പോലും ശരിയായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എങ്കിൽ പിന്നെ എന്തിനെ വിശ്വസിക്കാനാകും? ഇതിനൊക്കെ ആരോടാണ് പരാതി പറയേണ്ടത്? തേനുമായി ബന്ധപ്പെട്ട സംഭവം വെറും പാക്കേജിംഗ് പിഴവെന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഫോമിക് ആസിഡ് ഉപയോഗിച്ചിരുന്ന കാനുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ആരോഗ്യത്തിന് അത്യധികം ഹാനികരമാണ്. അതിനാൽ ഇത് ഭക്തരുടെ സുരക്ഷയോടുള്ള നേരിട്ടുള്ള അവഗണനയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അലംഭാവം വെറും ഒരു ഉദ്യോഗസ്ഥന്റെ പിഴവല്ല, സമ്പൂർണ്ണ മേൽനോട്ട സംവിധാനത്തിന്റെ പരാജയമാണ് എന്നതാണ് വാസ്തവം. ഇതോടൊപ്പം പരമ്പരാഗത വനപാതയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാർ ഇപ്പോൾ മാത്രം നിരീക്ഷണം ശക്തിപ്പെടുത്തുന്ന കാര്യം പ്രഖ്യാപിക്കുന്നു. വർഷങ്ങളായി അനുഭവപ്പെടുന്ന തിരക്കുകളും അപകട സാധ്യതകളും അറിയാവുന്ന സാഹചര്യത്തിൽ ഈ നടപടികൾ സീസൺ തുടങ്ങാനിരിക്കെ മാത്രം പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളത് സർക്കാരിന്റെ അലക്ഷ്യ ഭരണത്തിന്റെ തെളിവാണ്. ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനം ഇത്തരം സുരക്ഷാ നടപടികൾ നേരത്തെ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതാണ്. മണ്ഡലകാലം വരുമ്പോൾ മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല ശബരിമല. കാലങ്ങളായി ശബരിമലയിലെ തിരക്കും ഭക്തജന പ്രവാഹവും ഒക്കെ സർക്കാരിന് നേരിട്ടറിയാവുന്നതാണ്. പിണറായി സർക്കാരിന്റെ ഭരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിവാദങ്ങളും ജനങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന തീരുമാനങ്ങളും മാത്രമാണ് നടപ്പാക്കി വരുന്നത്. ഭക്തജനങ്ങൾ ഏറ്റവും വിശുദ്ധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടത്ത് പോലും ഈ സർക്കാർ നിരന്തരം കണക്ക് തെറ്റിക്കുന്നു എന്നതാണ് ഈ സംഭവങ്ങൾ മനസ്സിലാക്കിക്കുന്നത്. ശബരിമല കേവലം ഒരു മതകേന്ദ്രം മാത്രമല്ല, കേരളത്തിന്റെ ആത്മിക പൈതൃകവും വിശ്വാസത്തിന്റെ ചിഹ്നവും കൂടിയാണ്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഓരോ വീഴ്ചയും സാധാരണ ഭരണപരമായ പിഴവുകൾക്കൊപ്പം എഴുതി തള്ളാൻ കഴിയില്ല. തേനുമായി ബന്ധപ്പെട്ട സംഭവം ഭരണത്തിന്റെ സുതാര്യതയും ഉത്തരവാദിത്വവും എവിടെ എത്തിയിരിക്കുന്നു എന്ന് വീണ്ടും ചോദ്യം ചെയ്തു. ജനങ്ങളുടെ വിശ്വാസം കളിക്കളമാക്കി മാറ്റുന്ന ഇത്തരം സംഭവങ്ങൾക്ക് സർക്കാർ മറുപടി നൽകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്നിട്ടും അയ്യപ്പന്റെ പൊന്നുകട്ടത്തിന്റെ പാവം തീരാതെ ഏത് പമ്പയിൽ മുങ്ങണം, ഏത് കാട്ടിൽ ഏത് മാളത്തിൽ ഒളിക്കണം, ഏത് നിമിഷം പിടിവീഴുമെന്നോർത്ത് നടക്കുന്ന സർക്കാരിന് അന്ന് താഴ്ന്നു പോയ നാവ് ഇപ്പോഴും ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ശബരിമലയെ സംബന്ധിച്ച എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന ജാഗ്രതയും പരമാവധി ഉത്തരവാദിത്വവും ഉറപ്പാക്കേണ്ടതാണ്. അതിൽ പിണറായി സർക്കാരിന് ഇപ്പോഴും സമ്പൂർണ്ണ പരാജയം തന്നെയാണ് തെളിയുന്നത്.